തിരുവിതാംകൂർ എന്ന നാട്ടുരാജ്യത്തെ ലോകത്തിൻ്റെ നെറുകയിലെത്തിക്കാനുള്ള പദ്ധതികൾ വിഭാവന ചെയ്തിരുന്ന ഒരു ഭരണാധികാരിയാണ് CP. നമ്മൾ അത്രയും ശക്തരായിരുന്നു തിരുവിതാംകൂർ അത്രയും ശക്തരായിരുന്നു, സമ്പദ്യം അത്രയ്ക്കുണ്ടായിരുന്നു. ഒരു സെപ്പറേറ്റ് നിൽക്കാൻ, ഒരു രാജ്യമായി വളർന്ന് മുന്നോട്ട് പോകാൻ. തിരുവിതാംകൂറിലെ രാജാവിൻ്റെ നിയമോപദേഷ്ടകനായി ഇരിക്കുമ്പോഴാണല്ലോ ക്ഷേത്രപ്രവേശന വിളംബരത്തിന് രാജാവിനെ കൊണ്ട് ഒപ്പുവയ്പ്പിക്കുന്നത്. പരപ്രേരണയാൽ നടന്ന സംഭവമല്ല. അന്ന് CPയുടെ ഇടപെടലാണ് മുല്ലപ്പെരിയാറിൽ ഇപ്പോഴും നമുക്ക് എന്തെങ്കിലും ഒരു അവകാശമുണ്ടെങ്കിൽ ആ അവകാശത്തിന് കാരണഭൂതൻ എന്ന് പറയുന്നത് CPയാണ്. ഈ വിദ്യാഭ്യാസ വ്യവസ്ഥയിൽ നിന്ന് പുറത്തിറങ്ങി നിന്നുകൊണ്ട് ചരിത്രത്തെ ചരിത്രമായി അറിയുവാൻ ഒരു പുനർചിന്തനവും പുനർവായനയും നടത്തുമ്പോൾ മാത്രമേ നമുക്ക് CP എന്ന ഭരണാധികാരിയെ പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിക്കും. തിരുവനന്തപുരത്ത് തുറമുഖം വിഴിഞ്ഞം തുറമുഖമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുന്ന ഒരു പേര് മറക്കാൻ പറ്റില്ല. CP രാമസ്വാമി. CPയുടെ തിരുവനന്തപുരത്തെ വികസന പ്രവർത്തനങ്ങൾ അതെപ്രകാരമായിരുന്നു? CPയുടെ വികസന സ്വപ്നങ്ങളെ നമ്മൾ വിലയിരുത്തുമ്പോൾ ലോകത്തെ ഏത് ആധുനിക നഗരത്തിൻ്റെ സൃഷ്ടാക്കളെക്കാളും അതിഗംഭീരമായ ഭാവനയോടുകൂടെ ദീർഘവീക്ഷണത്തോടുകൂടെ തിരുവിതാംകൂർ എന്ന നാട്ടുരാജ്യത്തെ ലോകത്തിൻ്റെ നെറുകയിലെത്തിക്കാനുള്ള പദ്ധതികൾ വിഭാവന ചെയ്തിരുന്ന ഒരു ഭരണാധികാരിയാണ് CP. പക്ഷേ CP കേരളത്തിൽ സാധാരണ കുട്ടികൾ വരെ വില്ലനായിട്ടാണ് ചിത്രീകരിച്ചത്. CP ഒരു ക്രൂരനായ. ഇവിടുത്തെ കേരളത്തിലെ രാഷ്ട്രീയ സംഘടനകൾ, പ്രത്യേകിച്ച് ഇടത് സംഘടനകൾ, അങ്ങനെ ഒരു ചരിത്രം തങ്ങളുടെ പ്രസ്ഥാനം മാനുഷിക മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന പ്രസ്ഥാനമാണെന്നും മാനുഷിക മൂല്യങ്ങൾക്ക് വേണ്ടി പോരാടുന്നവരാണെന്നും പോരടിച്ച് ജയിച്ചു വരുന്നവരാണെന്നും തലമുറയെ കള്ളം പറഞ്ഞ് അവരെ കൊണ്ട് അതിൻ്റെ അടിമകളാക്കി മാറ്റി. CPയെ ശരിയായ രീതിയിൽ CPയുടെ ഭരണപരിഷ്കാരങ്ങളെയോ ഭരണകാര്യങ്ങളെയോ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഈ രാജ്യത്തിനുണ്ടായിട്ടുള്ള പുരോഗതികളെയോ ഒരു വിലയിരുത്തൽ സത്യസന്ധമായ രീതിയിൽ പണ്ടുകാലത്തും നടന്നിട്ടില്ല. ഈ ആധുനിക കാലഘട്ടത്തിൽ വിവരസാങ്കേതിക വിദ്യ ഇത്രയും വികസിച്ചതിന് ശേഷവും CP ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളുടെ റെക്കോർഡുകൾ നമുക്ക് വിരൽത്തുമ്പിൽ ലഭിക്കുന്ന സമയത്ത് പോലും ഒരു പുനർവായനയ്ക്ക് ചരിത്ര വിദ്യാർത്ഥികൾ തയ്യാറായിട്ടില്ല എന്നത് വളരെ ഖേദകരമായ ഒരു സംഭവമാണ്. കേട്ട് തേഞ്ഞുപോയ കള്ളങ്ങൾ തന്നെ വീണ്ടും വീണ്ടും പറയുന്ന, അവ എഴുതി കൊടുത്ത് മാർക്ക് വാങ്ങുന്ന, അക്കാഡമിക്കലി തിസിസ് സബ്മിറ്റ് ചെയ്യുമ്പോൾ ഗൈഡിന് മനോധർമ്മം അനുസരിച്ച് പറയുന്ന കാര്യങ്ങളെ തന്നെ എഴുതി കൊടുത്ത് ഡിഗ്രി വാങ്ങുന്ന ഒരവസ്ഥ ഈ വിദ്യാഭ്യാസ വ്യവസ്ഥയിൽ നിന്ന് പുറത്തിറങ്ങി നിന്നുകൊണ്ട് തങ്ങൾ ബിരുദം നേടാനോ ബിരുദാന്ത ബിരുദം നേടാനോ അല്ല ഗവേഷകനെന്ന ബിരുദം നേടാനോ അല്ലാതെ ചരിത്രത്തെ ചരിത്രമായി അറിയുവാൻ ഒരു പുനർചിന്തനവും പുനർവായനയും നടത്തുമ്പോൾ മാത്രമേ നമുക്ക് CP എന്ന ഭരണാധികാരിയെ പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിക്കൂ. CP എപ്പോഴും ഈ തൊഴിൽ പ്രശ്നങ്ങളിൽ ഇടപെട്ടിരുന്നു. ഈ തൊഴിലാളികൾക്കെതിരായിരുന്നു. ഒപ്പം ദേശീയതയോട് ഒരുമിച്ച് നിൽക്കാത്ത ഒരു ആളായിരുന്നു. അങ്ങനെയൊക്കെ അദ്ദേഹത്തിന് ആരോപണം വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ആയി പറയുന്ന ആരോപണങ്ങൾ സത്യമാണെങ്കിൽ, ഇല്ലെങ്കിൽ അതിൽ ചരിത്ര യാഥാർത്ഥ്യങ്ങളുണ്ടെങ്കിൽ തിരുവിതാംകൂറിലെ ട്രാവൻകൂർ ടൈറ്റാനിയം ഉൾപ്പെടെയുള്ള വ്യവസായ യൂണിറ്റുകൾ, FACT ആയാലും ടയേഴ്സ് ആയാലും ട്രാവൻകൂർ റബ്ബേഴ്സ് ആയാലും കയർ ഫാക്ടറി ആയാലും ഇവയെല്ലാം ആരുടെ കാലത്താണ് ഉണ്ടായത്?
ഇവയ്ക്കെല്ലാം ഭരണാനുമതി കൊടുത്ത് ഇവയെല്ലാം നടത്തുവാൻ അനുമതി കൊടുത്ത ഭരണാധികാരി ആരാണ്? CPI ആയിരുന്നു. CP ദേശീയ പ്രസ്ഥാനത്തിനോട് ചേർന്ന് നിന്നില്ലെങ്കിൽ മാനി ബസന്റ് സ്വയം ഭരണാവകാശ പ്രസ്ഥാനത്തിൻ്റെ അന്തർദേശീയ വൈസ് പ്രസിഡന്റ് ആകുന്നത് എങ്ങനെയാണ്? ആനി ബസന്റിനോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ സ്വതന്ത്ര പ്രവർത്തനത്തിൽ സ്വതന്ത്ര സമര പരിപാടികളിൽ പങ്കെടുത്തത്. ആനി ബസന്റ് ന്യൂ ഇന്ത്യ എന്ന പത്രത്തിൻ്റെ എഡിറ്റർ ആരായിരുന്നു? 1917 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സെക്രട്ടറി ആരായിരുന്നു? നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ നിസ്സഹകരണ സമരപരിപാടികളിൽ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന് ഖലീഫ പ്രസ്ഥാനത്തിനെ കൂട്ടിക്കുഴച്ചു. അന്ന് ആ പ്രസ്ഥാനവുമായുള്ള പ്രവർത്തനങ്ങളിൽ നിന്നും CP മാറി നടന്നു. പക്ഷേ ഈ ചരിത്രങ്ങൾ ആരും എവിടെയും അതാണ് ഞാൻ പറഞ്ഞത്. അക്കാഡമിക്കൽ തലത്തിൽ നിന്നും ബിരുദം വാങ്ങുവാനോ മാർക്ക് വാങ്ങുവാനോ ഉള്ള ചരിത്ര പഠനം എന്ന ബോധത്തിൽ നിന്നും മാറി സത്യസന്ധമായി ചരിത്രത്തെ വിലയിരുത്തുന്ന ഒരു പുനർവായന യുവതലമുറയിൽ ഉണ്ടാകണം, പത്രപ്രവർത്തനത്തിലും ഉണ്ടാകണം. ഇത്തരം കാര്യങ്ങളും ഈ കള്ളങ്ങൾ പറഞ്ഞ് പരത്തി ഈ സത്യാന്വേഷണികളെ തിരിച്ചുവിടുന്ന ഒരു രീതിയായിരുന്നു. അല്ല, അതങ്ങനെയാണല്ലോ. ആടിനെ പട്ടിയാക്കുന്നത് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിയുടെ സ്വഭാവമാണല്ലോ. അതങ്ങനെ തന്നെയാണ് അവർ ചെയ്യുകയുള്ളൂ. തങ്ങളുടെ ഭാഗം, തങ്ങൾക്ക് വന്നിട്ടുള്ള വീഴ്ചകളെല്ലാം മറച്ചു വയ്ക്കുവാൻ അവരിൽ കുറ്റങ്ങൾ ആരോപിച്ച് കുറ്റാരോപിതനാക്കി അവർ ചെയ്യാത്ത കാര്യങ്ങൾ പോലും അവർ ചെയ്തു എന്ന് പറഞ്ഞ് വിപ്ലവാത്മകരമായ പ്രവർത്തനം എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം, CP ആണ് ഇന്ത്യയിൽ ആദ്യമായി പ്രായപൂർത്തി വോട്ടവകാശ നിയമം കൊണ്ടുവന്നത്. ഇത് എത്ര പേർക്കറിയാം? ആർക്കും അറിയില്ല. നിങ്ങൾ ചിന്തിക്കണം. ഇന്ത്യയിൽ വധശിക്ഷ, ഒരാളെ വധശിക്ഷയ്ക്ക് വിധിക്കുന്നത് നിയമം കൊണ്ട് നിരോധിച്ചത് തിരുവിതാംകൂർ സംസ്ഥാനത്തിലാണ്. അതിൻ്റെ ഉത്തരവിട്ടത് തിരുവിതാംകൂർ സംസ്ഥാനത്തിൻ്റെ രാജ്യത്തിൻ്റെ ദിവാൻജിയായിരുന്നു. അപ്പോൾ ഒരു മനുഷ്യനെ വധശിക്ഷയ്ക്ക് വിധിക്കുന്നത് തെറ്റാണെന്നും ജീവിക്കുവാൻ എല്ലാവരും അവകാശമുണ്ട്, എല്ലാ ജീവികൾക്കും ജീവിക്കുവാൻ അവകാശമുണ്ടെന്നുള്ള ജീവകാരുണ്യ സന്ദേശം നിയമപരമായി നമുക്ക് നൽകിയത് CP അല്ലേ? അപ്പോൾ ഒരു ജീവകാരുണ്യ പ്രവർത്തകൻ എന്ന രീതിയിൽ അദ്ദേഹത്തെ കണ്ടുകൂടി? തീർച്ചയായിട്ടും. പ്രായപൂർത്തി വോട്ടവകാശം കൊണ്ടുവന്നപ്പോൾ ജനാധിപത്യ വിശ്വാസിയായി അദ്ദേഹത്തെ കണ്ടുകൂടെ? തിരുവിതാംകൂറിലെ രാജാവിൻ്റെ നിയമോപദേഷ്ടകനായി ഇരിക്കുമ്പോഴാണല്ലോ ക്ഷേത്രപ്രവേശന വിളംബരത്തിന് രാജാവിനെ കൊണ്ട് ഒപ്പുവയ്പ്പിക്കുന്നത്. അത് രാജാവിൻ്റെ നിയമ ഉപദേശകൻ രാജാവിനെ ഉപദേശിച്ചത് കൊണ്ടല്ലേ ക്ഷേത്രപ്രവേശന വിളംബരം ഉണ്ടായത്. ആ ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടി ഒരു സമരപരിപാടികൾ തിരുവിതാംകൂറിൽ നടന്നില്ല. പരപ്രേരണയാൽ നടന്ന സംഭവമല്ല. അങ്ങനെ ഉള്ള ഒരു പദ്ധതി നടത്തുമ്പോൾ സമത്വത്തെക്കുറിച്ച് ജനജീവിതത്തിലെ സമൂഹത്തിലെ ജനവിഭാഗങ്ങളെല്ലാം സമന്മാരാണെന്നുള്ള സോഷ്യലിസ്റ്റ് ചിന്താഗതിക്കാരനായിരുന്നു CP എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എതിർക്കാൻ പറ്റുമോ? അദ്ദേഹത്തിൻ്റെ ദേശീയവാദം അങ്ങ് പറഞ്ഞു. തിരുവിതാംകൂർ സെപ്പറേറ്റ് ഒരു രാജ്യമാകണം, ഒരു അമേരിക്കൻ മോഡൽ വരണം എന്നൊക്കെ പറഞ്ഞ് ഇതിൽ നിന്ന് മാറുമ്പോൾ അന്ന് തിരുവിതാംകൂറിന് എന്തൊക്കെയായിരുന്നു നഷ്ടപ്പെടേണ്ടിയിരുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ ഗുണങ്ങളായിരുന്നു ഉണ്ടാകേണ്ടിയിരുന്നത്? അന്നത്തെ തിരുവിതാംകൂർ രാജ്യം സ്വതന്ത്രമായി നിൽക്കുന്നത് ഇന്ത്യൻ യൂണിയനിൽ നിന്നും ശത്രുപക്ഷത്തല്ലല്ലോ. അല്ല, നമ്മൾ അത്രയും ശക്തരായിരുന്നു. തിരുവിതാംകൂർ അത്രയും ശക്തരായിരുന്നു. സമ്പാദ്യം അത്രയ്ക്കുണ്ടായിരുന്നു. ഒരു സെപ്പറേറ്റ് നിൽക്കാൻ, ഒരു രാജ്യമായി വളർന്ന് മുന്നോട്ട് പോകാൻ. അതെ, തിരുവിതാംകൂറിന് 2 നെല്ലറകൾ ഉണ്ടായിരുന്നു. കുട്ടനാട്, നാഞ്ചിനാട്. മലയോര പ്രദേശങ്ങളുണ്ടായിരുന്നു. സുഗന്ധദ്രവ്യങ്ങൾ കിട്ടുമായിരുന്നു. ശ്രീപത്മനാഭ ട്രഷറി ഉണ്ടായിരുന്നു. വാണിജ്യ കേന്ദ്രങ്ങളുണ്ടായിരുന്നു. കുലശേഖര പട്ടണത്തെ വാണിജ്യ കേന്ദ്രം പോലെ തന്നെയാണ് ആലപ്പുഴയിലും വാണിജ്യ കേന്ദ്രമുണ്ടായിരുന്നത്.
കിഴക്കും പടിഞ്ഞാറും 2 വാണിജ്യ കേന്ദ്രങ്ങളുണ്ടായിരുന്നു. 25 തുറമുഖങ്ങളുടെ വിഴിഞ്ഞം തുറമുഖ ശൃംഖലാ പദ്ധതിക്ക് എവിടെ മുതലാണ്? തൂത്തുക്കുടി മുതൽ കൊച്ചി വരേക്കും വരുന്ന 25 തുറമുഖങ്ങൾ, ചെറുതും വലുതുമായ 25 തുറമുഖങ്ങൾ. മുഖ്യ തുറമുഖം വിഴിഞ്ഞവും. വിഴിഞ്ഞത്തിന് കിഴക്ക് ഭാഗത്ത് 12 തുറമുഖവും പടിഞ്ഞാറ് ഭാഗത്ത് 12 തുറമുഖവും വരുന്ന തുറമുഖ ശൃംഖലാ പദ്ധതി, അതിൻ്റെ തറക്കല്ലിട്ടതിൻ്റെ അടയാളം ഇപ്പോഴും അവശേഷിപ്പുണ്ട്. ശേഷിപ്പ് നിങ്ങൾ ആഴിമലയിൽ പോവുകയാണെങ്കിൽ ആഴിമല കടലിൻ്റെ കരയിൽ ആ തെങ്ങുംപുരയിടത്തിൽ ഒരു 2.5 അടി പൊക്കത്തിൽ ഒരു മഞ്ഞ കല്ല് കാണും. ആ കല്ലിൽ നോക്കുകയാണെങ്കിൽ ശംഖുമുദ്ര വരച്ചിരിക്കും. തുറമുഖ ശൃംഖലാ പദ്ധതി എന്നതിൽ എഴുതിയിരിക്കും. ഇത് CP തറക്കല്ലിട്ട പദ്ധതിയാണ്. അല്ലാതെ ഇപ്പോൾ പലരും പറയുന്നത് പോലെ ആ ഗവൺമെൻറ്റാണ്, ഈ ഗവൺമെൻറ്റാണ്, മറ്റാളാണ്, മറിച്ച് ആരുമല്ല. ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടെന്നും ഇതിന് ഇത്രയും സൗകര്യമുണ്ടെന്നും സാധ്യതയുണ്ടെന്നും ഒരു പഠനം നടത്തുകയും ആ പഠനത്തിലെ സാധ്യതകളെല്ലാം സാധൂകരിക്കപ്പെടുകയും അത് ചരിത്രാതീത കാലത്ത് തന്നെ വിഴിഞ്ഞത്ത് തുറമുഖമുണ്ടായിരുന്നു എന്ന ചരിത്ര പാഠങ്ങളിൽ നിന്നും ഉൾക്കൊണ്ട യാഥാർത്ഥ്യങ്ങൾ കൊണ്ട് CP കൊണ്ടുവന്ന പദ്ധതി. ആ ഒരു പദ്ധതി നമുക്കുണ്ടായിരുന്നെങ്കിൽ തന്നെ നമുക്ക് ഇന്ന് പറയുന്ന ഈ വികസനം, ഇപ്പോൾ തുറമുഖത്ത് പദ്ധതി വന്നാൽ ഉണ്ടാകും എന്ന് പറയപ്പെടുന്ന വികസനങ്ങൾ 100 വർഷം മുന്നേ തന്നെ ഉണ്ടായിരുന്നെങ്കിൽ ഈ തിരുവിതാംകൂർ രാജ്യത്തിന് എത്ര സാമ്പത്തികമുണ്ടാകുമായിരുന്നു? ഇപ്പോൾ കഴിഞ്ഞ ഒരു 4 മാസമായി വിഴിഞ്ഞം തുറമുഖത്ത് വന്നുപോയ കപ്പലുകളുടെ എണ്ണം 100-ൽ കൂടുതലാണ്. ഈ കപ്പലുകൾ വരുന്നതിന് ഇവിടെ കൊടുക്കേണ്ട ചുങ്കവും മറ്റുള്ള കാര്യങ്ങളും ഇത് 100 വർഷം മുന്നേ ആയിരുന്നെങ്കിൽ, 100 ദിവസങ്ങൾക്ക് മുന്നേ വന്നതിൽ ഇത്രയും കപ്പലുകൾ വരുമ്പോൾ 100 വർഷങ്ങൾക്ക് മുന്നെയാണ് ഈ പദ്ധതി വന്നിരുന്നെങ്കിൽ ഇതൊരു നാവിക തുറമുഖമായി മാറില്ലായിരുന്നോ? അന്തർദേശീയ അളവിൽ നാവിക കേന്ദ്രമായി മാറില്ലേ? കടൽ വ്യാപാരത്തിൻ്റെ കേന്ദ്ര ബിന്ദു വിഴിഞ്ഞമാകുമായിരുന്നില്ലേ? അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ഒരു സ്വയം പര്യാപ്ത രാജ്യമായി മാറുവാൻ എന്തുകൊണ്ട് തിരുവിതാംകൂറിന് സാധിക്കില്ല എന്ന് അന്നത്തെ ഭരണാധികാരി ചിന്തിച്ചതിൽ എങ്ങനെയാണ് അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നത്? ഈ ജലവൈദ്യുത പദ്ധതികൾ ഉണ്ട്. ഇത് മുല്ലപ്പെരിയാർ വിഷയത്തിലൊക്കെ അല്ല CPയുടെ ഇടപെടലുകൾ എങ്ങനെയായിരുന്നു? മുല്ലപ്പെരിയാർ വിഷയത്തിൽ 1885 ബ്രിട്ടീഷ് ഗവൺമെൻറ്റുമായി ഉണ്ടാകുന്ന തർക്കത്തെ, മദ്രാസ് പ്രവിശ്യയ്ക്കും തിരുവിതാംകൂർ രാജ്യത്തിനും തമ്മിലുണ്ടാകുന്ന തർക്കത്തെ ബ്രിട്ടീഷ് കോടതിയിൽ തിരുവിതാംകൂറിന് വേണ്ടി ഹാജരായത് CP ആണ്. CP അതിൽ ഹാജരാകുന്നു, വ്യവസ്ഥയുണ്ടാക്കുന്നു. അതിൽ പൂർണ്ണാധികാരം തിരുവിതാംകൂറിന് നിയമപരമായി നേടിത്തരുന്നു. അത് മുല്ലപ്പെരിയാർ വിഷയത്തിൽ. ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയായ പള്ളിവാസൽ 1940 CP ഭരണാധികാരിയായിരിക്കുമ്പോൾ തിരുവിതാംകൂറിലുണ്ടായത്. മേട്ടൂർ ഡാം, ചെക്ക് ഡാം, ചിറ്റാർ ഡാം തുടങ്ങിയ ഡാമുകൾ, ഇവയെല്ലാം ഈ ജലപദ്ധതികളെല്ലാം കൃഷിക്കും ജലസേചനത്തിനും കുടിവെള്ളത്തിനുമായ പദ്ധതികൾ, വൈദ്യുതി ഉണ്ടാക്കാനുള്ള പദ്ധതികൾ, ഇവയെല്ലാം CPയുടെ കാലത്താണ് ഉണ്ടായത്. അന്ന് CP ഇതിന് വാദിച്ചില്ലായിരുന്നെങ്കിൽ നമുക്ക് ഈ മുല്ലപ്പെരിയാർ വിഷയത്തിൽ നമുക്ക് കിട്ടില്ല. നമ്മുടെ കയ്യിൽ നിന്ന് തമിഴ്നാടിന് പൂർണ്ണമായ അവകാശം മദ്രാസ് പ്രവിശ്യ കൊണ്ടുപോകുമായിരുന്നു. അന്ന് കോടതി എന്ന് പറയുന്നത് ബ്രിട്ടീഷ് കോടതിയാണ്. തിരുവിതാംകൂറിൽ രാജാവാണ് ഭരിക്കുന്നത്. മദ്രാസ് പ്രവിശ്യ ബ്രിട്ടീഷുകാർ ഭരിക്കുന്നതാണ്. ബ്രിട്ടീഷ് ഭരിക്കുന്ന ഒരു പ്രദേശവും ഒരു രാജ്യവും തമ്മിലുള്ള കേസിൽ സ്വാഭാവികമായി നീതിപീഠം അവരുടെ ഭാഗത്തേക്കേ പോകത്തുള്ളൂ. പക്ഷപാതപരമായ ഒരു തീരുമാനമെടുക്കുകയും ബ്രിട്ടീഷിന് മദ്രാസ് പ്രവിശ്യയ്ക്ക് പൂർണ്ണ അധികാരം നൽകുകയും ചെയ്താൽ അതിൻ്റെ മുകളിൽ ഏതായ ഹയർ അതോറിറ്റി ആരെടുത്ത് ചെന്ന് ചോദിക്കും? ഇത് ചോദിക്കാൻ ലണ്ടനിൽ പോയി ബ്രിട്ടീഷ് രാജ്ഞിയെ കാണാൻ സാധിക്കുമോ? അന്ന് CPയുടെ ഇടപെടലാണ് മുല്ലപ്പെരിയാറിൽ. നമുക്ക് ഇപ്പോഴും എന്തെങ്കിലും ഒരു അവകാശമുണ്ടെങ്കിൽ
ആ അവകാശത്തിന് കാരണഭൂതൻ എന്ന് പറയുന്നത് CP ആണ്. CP യിലായിരുന്നെങ്കിൽ അത് ലഭിക്കില്ല.